ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ്. ചോറ് കൊണ്ടുള്ള നല്ല ബൺ പൊറാട്ടയും ഗ്രീൻ കാടമുട്ട മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മളെ വീട്ടിൽ ചോറ് ബാക്കിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് ചോറ് അളന്നിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പും, കുറച്ച് വേണമെങ്കിൽ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ അളന്നെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടിച്ചു വെച്ച മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നമ്മൾ പൊറാട്ട നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടണമെങ്കിൽ നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പ് നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം അവിടെ കുറച്ച് ഓയിൽ തൂവി കൊടുക്കാം. നമ്മൾ കുഴച്ച് വെച്ച മാവ് അരമണിക്കൂറിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പൊറാട്ട സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. ഇനി മാവ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി കുഴച്ചതിന് ശേഷം ഇങ്ങനെ കാണുന്നത് പോലെ നീളത്തിലാക്കി വെക്കുക. അതിനുശേഷം ഒരു കത്തി എടുത്തിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക. ഇങ്ങനെ മുറിച്ചതിന് ശേഷം നമുക്ക് ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് ഓരോ ബോൾ പോലെ ആക്കി എടുക്കണം. ഓരോ ബോൾ കഷ്ണങ്ങൾ ഉൾവശത്തേക്ക് തിരികിയിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ കഷ്ണങ്ങളും ബോൾ പോലെ ഉരുട്ടിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൽ നിന്ന് ഓരോ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ചപ്പാത്തിനെക്കാട്ടി തിന്നായിട്ട് വേണേൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിൽ കുറച്ച് ഓയിൽ തൂവി കൊടുക്കാം. കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഈ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇങ്ങനെ കൂട്ടിയെടുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കാം. എല്ലാ ഉരുളകളും നമ്മൾ ഇങ്ങനെ തന്നെ ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഓയിൽ തൂവി കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ചെറുതാക്കി പരത്തിയെടുക്കാം. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് എണ്ണ തൂവിയതിനു ശേഷം നമുക്ക് ഓരോ പൊറാട്ട ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി എല്ലാവരും വീട്ടിൽ ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ബട്ടറും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ചോറ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ബൺ പൊറാട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഒരു കറിയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതൊരു എളുപ്പത്തിലുള്ളൊരു കറിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാടമുട്ടയും കൂടി പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, മല്ലിച്ചെപ്പ്, പുതിനയില അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് മിക്സിയിൽ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. നമുക്ക് നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഇനി കാടമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് പൊറാട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.